എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. വെറൈറ്റി രുചിയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കന് നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ ഒരു വെള്ളമൊക്കെ തോർന്നിരിക്കുകയാണ്. ഈ ഒരു ചിക്കനിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 3 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാകുമ്പം ഒരുപാട് എരിവ് ഉണ്ടാവത്തില്ല. ഇതിലേക്ക് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഒരു എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരു നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇത് 5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് കേട്ടോ. കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു മസാല ആകുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മളിത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു മസാലയെല്ലാം ചിക്കനിലേക്ക് നല്ല പോലെ തന്നെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതുപോലെ മസാല ആക്കിയിട്ട് ഓവർനൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. അപ്പോൾ 1 മണിക്കൂറോളം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കട്ടെ. 1 മണിക്കൂറിന് ശേഷം ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് തന്നെ ഇതുപോലെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് ഏറെ തന്നെ ചിക്കൻ ഉള്ളത് കൊണ്ട് 2 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഈ ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം തന്നെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് തീയങ്ങ് കൂട്ടി വെച്ച് കൊടുക്കരുത്. പുറമേ നന്നായിട്ട് മുരിഞ്ഞ് ചിക്കൻ ഫുള്ളായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. പിന്നീട് നമ്മൾ ഇനി ചിക്കൻ വേവിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ചിക്കൻ പൂർണ്ണമായിട്ട് നമുക്ക് വെന്ത് കിട്ടണം. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുണ്ടല്ലോ ചിക്കൻ നല്ല പോലെ തന്നെ വെന്ത് പുറമേ നന്നായിട്ട് മുരിഞ്ഞും കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു പാകമായിട്ട് വന്നാൽ നമുക്കിത് പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ആ ഒരു ചിക്കനും ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ ഇതുപോലെ മുഴുവനായിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു സോസ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് 5 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ അളവിൽ സോയാ സോസ് ആണ് കേട്ടോ ഇത്. 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഒരു 1/4 കപ്പൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു പാനിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ഇല്ലേ അത് ഇതുപോലെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ആ ഒരു എണ്ണയൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി തിരെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ആ ഒരു വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കുക. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഒരു 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു സോസാണ്. ആ ഒരു സോസ് ഞാൻ ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സ് വറ്റൽമുളക് ചെറിയതായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളിതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിരിക്കും ചെറിയൊരു മധുരം പോലെയും കാണും. അപ്പോൾ അതൊന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എരിവും ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഇതുപോലെ വറ്റൽമുളക് നമ്മൾ ചെറിയതായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. 2 ടീസ്പൂൺ ആണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ ഇല്ലേ ആ ഒരു ചിക്കൻ മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം മല്ലിയില ഇതുപോലെ തിരി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ചിക്കൻ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ആ ഒരു സോസ് ഈ ഒരു ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സോസൊക്കെ ഉള്ളത് കൊണ്ട് തണുത്തു പോകാതെ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ വേണം നമ്മളിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.